നിന്നപ്പോൾ. അതുകൊണ്ടാണ് ഓരോ വർഷം കഴിയുമ്പോഴും ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്ന്, വിദേശങ്ങളിൽ നിന്ന്, വടക്കിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ തെക്കും വടക്കുമുള്ള ജനാവലി മുഴുവൻ പരുമലയിലേക്ക് ഒഴുകുന്നതിൻ്റെ കാരണം എന്താ? കാരണം ആ പിതാവ് ഈ സഭയുടെ ഉന്നതത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കിയ പിതാവ്, ഈ സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി തൻ്റെ രക്തം ചൊരിഞ്ഞൊരു പിതാവ്. ആ പിതാവിൻ്റെ അനുഗ്രഹീത പെരുന്നാളിൽ ഒന്നിച്ചു വരുന്ന ജനം ആർത്തട്ടഹസിച്ച് പറയുന്ന വാക്ക് മറ്റൊന്നല്ല, അവൻ സകലതും നന്നായി ചെയ്തു. അതെ, ഞാനും നിങ്ങളും ഈ സഭയുടെ മക്കളായി അഭിമാനിക്കുമ്പോൾ, ഈ സഭയുടെ സന്താനങ്ങളാണെന്ന് അഭിമാനിക്കുമ്പോൾ, ശാന്തമായി ഈ പെരുന്നാളിൽ അടുത്തു വരുമ്പോൾ ഞാനും നിങ്ങളും സ്വയം ചോദിക്കേണ്ടുന്നൊരു ചോദ്യമുണ്ട്. ഈ സഭ എന്നെ എങ്ങനെ അടയാളപ്പെടുത്തും? ഈ സഭയുടെ ഒരു വിശ്വാസി എന്ന നിലയിൽ ലോകം, സമൂഹം എന്നെ എങ്ങനെ അടയാളപ്പെടുത്തും? സഭാപിതാക്കന്മാർ എങ്ങനെ അടയാളപ്പെടുത്തും എന്നെ? അതെ, അനുഗ്രഹത്തോടെ എല്ലാം നന്നായി ചെയ്തു എന്ന് സാക്ഷിപ്പാൻ നമുക്ക് സാധിക്കുമോ? ഒരു കാര്യം കൂടെ പറയുമ്പോൾ അച്ഛൻ എനിക്ക് അനുവദിച്ചു തന്ന 35